ഐ തിങ്ക് നീ 2 കാര്യങ്ങൾക്ക് തയ്യാറായിരിക്കണം. ഒന്ന് നിന്റെ കല്യാണത്തിനും, അടുത്തത് പ്രിയയുടെ മരണാനന്തര ചടങ്ങിനും. ഉറപ്പാണോ? 100%. ഇന്ന് രാത്രിയോടെ നിന്റെ ജീവിതത്തിൽ നിന്ന് പ്രിയയുമായിട്ടുള്ള കോമ്പറ്റീഷൻ എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണ്. ഈ അബിയാണെങ്കിൽ പ്രിയയുടെ പുറകിൽ ഭ്രാന്തനായി നടക്കുക. ഇപ്പൊ നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേന്ന്. താങ്ക് യു. ഇതിപ്പോ ഞാൻ 1 ഗ്ലാസ് വെച്ചാ ചെയ്തേ. നീ പറയുവാണെങ്കിൽ ഞാനിത് 4 ഗ്ലാസ് വെച്ച് ചെയ്യും. Why not? You sure? That's good. Thank you. അബി എനിക്ക് എന്തുകൊണ്ടാ വീണ്ടും വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഇത് നമ്മുടെ ബാച്ചിലർ പാർട്ടിയാണെന്ന്? ഇത് ബാച്ചിലർ പാർട്ടിയാണെന്ന് നീ എന്നെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഒരു കാര്യം കൂടി നീ എന്നെ ഓർമ്മപ്പെടുത്തും. ശരിക്കും നീ ആരാണെന്നുള്ള കാര്യം എനിക്ക് അങ്ങോട്ടൊന്നും ഓർമ്മ വരുന്നില്ല. തമാശക്ക് പറഞ്ഞതാ, പേടിച്ചു പോയല്ലേ? ഒരുപാട് തമാശയായി. ഇനി അല്പം സീരിയസ് ആവും. ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുക, നിന്റെ വിവാഹം എന്റെ കൂടെ നടക്കുന്നേ, അല്ലാതെ ഇവളുടെ കൂടെ അല്ല. കം, ലെറ്റ്സ് ഡാൻസ്. ഞാൻ ഇവളോട് ഡാൻസ് ചെയ്യുന്നതിൽ നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ അല്ലേ? ചെല്ലുന്നേ. നീ എന്തിനാ ഇവളോട് ചോദിക്കുന്നേ? അത് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ നിന്നോട് പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ വരുമ്പോൾ അവളോട് അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ട് വരുന്നത് മര്യാദയല്ലേ? പിന്നെ പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ആക്കാതെ പോകുന്നത് വളരെ റൂഡായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇഫ് യു വിൽ എക്സ്ക്യൂസ് മീ. ചെന്നോളൂ, ഞാൻ നിങ്ങളെ പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഒരുപക്ഷെ നീ എന്നെ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ. നടക്കിങ്ങോട്ട്. അബിയെ ഞാൻ എൻ്റെ കൂടെ ബിസിയാക്കി. ഐ ഹോപ്പ് നിഖിൽ അവൻ്റെ ജോലി തുടങ്ങിക്കാണും. കണ്ണിൽ എന്തെങ്കിലും പോയിരുന്നെങ്കിൽ എന്നോട് പറയാൻ പാടില്ലായിരുന്നോ? ഇങ്ങനെ തിരുവേണ്ട ആവശ്യം എന്തായിരുന്നു? ഇനി എന്തായാലും ഇതിൽ കൂടുതൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് അവൾ പ്രൂവ് ചെയ്തു. എന്നെ പോലെ ആവാൻ ശ്രമിക്കുന്ന നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കിക്കോ. അയ്യോ, എനിക്കൊരു ഐസ് തരൂ പെട്ടെന്ന്. എപ്പോ നോക്കിയാലും എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പിന്നീട് സോറി പറയും. ഇങ്ങനെ എപ്പോഴും സോറി പറയേണ്ടി വരുന്നത് നീ ആ പ്രിയയുടെ അടുത്ത് പോകുന്നുണ്ടാ? എനിക്കറിയില്ല എനിക്കില്ലാത്ത എന്താ അവൾ കൊള്ളെന്ന്. നിനക്ക് എന്താ പറ്റിയത്? നിനക്ക് എന്താ സംഭവിച്ചത്? നിന്റെ പെരുമാറ്റവും സംസാരവും കേൾക്കുമ്പോൾ നിനക്ക് പ്രിയയോട് അസൂയുള്ളത് പോലെ ഉണ്ടല്ലോ. നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നു വെച്ച് എനിക്ക് നിന്റെ പുറകെ എപ്പോഴും നടക്കാനൊന്നും പറ്റില്ല. നീ പറയുന്നത് എന്ത് അനുസരിക്കുന്നു നീ വിചാരിക്കണ്ട. ഉള്ള മൂഡ് നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചോളൂ. ഞാൻ എന്താ കാണിച്ചു കൂട്ടിയെ? എനിക്ക് അവനെ എന്റെ കൂടെ നിർത്തേണ്ടതായിരുന്നു. ഞാനാണെങ്കിൽ അവനെ ദേഷ്യം പിടിപ്പിച്ചു വിട്ടല്ലോ. ഇനി അവൻ എങ്ങനെ അവളുടെ അടുത്ത് പോയാ എല്ലാ പ്ലാനും തകരുമല്ലോ. എന്ത് ചെയ്യായിരുന്നു നിങ്ങൾ? ഈ പാർട്ടിയിൽ കുഞ്ഞു കളിക്കാനാണ് നിങ്ങളെ വിളിപ്പിച്ചത്? ഈ പാർട്ടിയിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാനാണ് നിങ്ങളെ വിളിച്ചത്. ആ ജോലി എങ്ങാനും നടന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മറന്നു പോകരുത്. പിന്നെ ഈ ലോകത്ത് എന്നെക്കാളും ദുഷ്ടനായ ഒരു മനുഷ്യനുണ്ടാകില്ല. പറഞ്ഞ ജോലി പൂർത്തിയാക്കണം. എന്തെന്നാൽ നിങ്ങളുടെ പേയ്മെന്റ് ഞാനിതാ തരുന്നു. പൈസ എടുത്ത് വെച്ചിട്ട് ജോലി പെട്ടെന്ന് പൂർത്തിയാക്കാം. ചെല്ല്.
ഇവര് ഇവരുടെ ജോലി തുടങ്ങുമ്പോഴേക്കും ഞാൻ പോയി എൻ്റെ ജോലി തുടങ്ങട്ടെ. എക്സ്ക്യൂസ് മീ, Yes. നിങ്ങൾ അഭിസാറിനെ കണ്ടോ? സോറി മാം, ഞാൻ സെർവ് ചെയ്യുന്നതുകൊണ്ട് ബിസി ആയിരുന്നു. ഹലോ മാഡം, എൻ്റെ പേര് ലവ്ലി സിംഗ് എന്നാണ്. ഈ പാർട്ടിയുടെ മാനേജറാ. ഹൗ കെൻ ഐ ഹെൽപ്പ് യു? ആക്ച്വലി ഞാൻ മിസ്റ്റർ അഭിഷേക് മേനോനെ തെരഞ്ഞുകൊണ്ടിരിക്കുക. അഭിഷേക് മേനോൻ അല്ലേ? അഭിസാറിനെ പറ്റിയല്ലേ പറയുന്നത്? അതെ, അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറഞ്ഞേ. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പർ ആണോ? എന്താ, എന്തു പറ്റി? മാഡം, അത് പിന്നെ ഇവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ഈ പാർട്ടിയിൽ ഒരു കോൾഡ് സ്റ്റോറേജ് വെച്ചിട്ടുണ്ടായിരുന്നു. കോൾഡ് സ്റ്റോറേജിലാണെങ്കിൽ ഒരു ഫോൾട്ട് ഉണ്ട്. എന്തെന്ന് വെച്ചാ അതിനകത്തായിരുന്നു ഐസ്ക്രീം ഉണ്ടായിരുന്നത്. അതൊക്കെ അലിയാനും തുടങ്ങി. അഭിസാർ ഇതറിഞ്ഞ് എന്തോ പോലെയായി. സാർ അപ്പൊ തന്നെ വളരെ ദേഷ്യത്തില് സ്റ്റോർ റൂമിലോട്ട് പോയിട്ടുണ്ട്. ഇനി എന്താവോ എന്തോ. ശരി, എന്നാ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. ഇല്ല ഇല്ല, ഒരിക്കലും ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ഇവളല്ലേ എന്റെ പ്ലാനിന്റെ മെയിൻ ഫാക്ടർ. ഇല്ല മാഡം, ഇവിടെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. അഭിസാറാണെങ്കിൽ വലിയ ദേഷ്യത്തിലുമാണ്. ദേഷ്യത്തില് മുകളിലും ചോന്നിരിപ്പുണ്ടായിരുന്നു. ആ ദേഷ്യത്തില് സ്റ്റാഫിനോടെങ്ങാനും വഴക്കിടുകയോ തല്ലുകൂടുകയോ ചെയ്താല് സാറിന് പേരുദോഷം വരുമല്ലോ മാഡം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, കോൾഡ് സ്റ്റോറേജിൽ പോയിട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചാലും. വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിനത് മനസ്സിലായിക്കോളും. എവിടെയാ നിങ്ങളുടെ കോൾഡ് സ്റ്റോറേജ്? അതേ ഇവിടെ തന്നെയാണ്. ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ കോൾഡ് സ്റ്റോറേജിലേക്ക് പോകാൻ പറ്റും. വരൂ, ലിഫ്റ്റ് ഇതാ ഇവിടാണ്. വരൂ മാഡം, വരൂ. അദ്ദേഹം അപ്പൊ വളരെ ദേഷ്യത്തിലായിരുന്നോ? അതെ മാഡം, അദ്ദേഹം അപ്പോ കുറച്ചധികം ദേഷ്യത്തിലായിരുന്നു. ആരെങ്കിലും കൊല്ലുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് എത്തിക്കുന്ന ആ രീതിയിൽ എന്ത് രസമാണുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നീ രക്ഷപ്പെട്ടു. ഇപ്രാവശ്യം ഞാൻ തന്നെ നിന്നെ ശവമഞ്ചത്തിൽ കയറ്റും. കൂടാതെ ഞാൻ തന്നെ നിന്നെ മരണത്തിന്റെ കയത്തിലെത്തിക്കും. എന്തുപറ്റി? ഒന്നുമില്ല മാഡം, ഞാൻ പാർട്ടിയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. നിങ്ങളാണെങ്കിൽ അഭിസാറിന്റെ കാര്യം ചിന്തിക്കുമായിരിക്കും. വരൂ വരൂ, നമുക്ക് പോവാം. നിഖിൽ, നീ എവിടെയാ? എന്നോട് പറഞ്ഞിട്ട് പോയത് പ്രിയയുടെ മരണത്തിന്റെ ഏർപ്പാടുകൾ ചെയ്യാൻ പോവാന്നാ. എന്നിട്ട് നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ. എന്താ നീ ഇവിടുന്ന് മുങ്ങിയതാണോ? അഭിസാർ ദേഷ്യപ്പെടുന്നോ? എന്താ ഭയങ്കര പ്രശ്നമാണോ? എവിടെ? ഇവിടെ ആണെങ്കിൽ അഭിയില്ല, പ്രിയയില്ല. ഇനി നീ എങ്ങാനും അവരെ ഒരുമിച്ച് സ്റ്റോർ റൂമിലിട്ടോ? ഇതാണോ നിന്റെ ഐഡിയ? ഇതാണോ നിന്റെ സോ കോൾഡ് പ്ലാൻ? നോക്കൂ, ഞാൻ അഭിസാറിന്റെ ഫാമിലി മെമ്പറിനെ കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 2 മിനിറ്റിൽ ഞാൻ അവിടെ എത്തും. 2 മിനിറ്റില്. അത് പിന്നെ അഭിസാറ് വളരെ ദേഷ്യത്തിലാണെന്ന്, പിന്നെ ഏതോ കോട്ടിട്ട ആൾ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണെന്ന്. ഇനിയും ആരെങ്കിലും ഒക്കെ തല്ലും. വേഗം വരൂ, നമുക്ക് പെട്ടെന്ന് പോവാം. ശരി മാഡം, ലിഫ്റ്റ് ദേ അവിടെയാണ്, വന്നാലും. വരൂ മാഡം, വരൂ വരൂ. ഈ പെണ്ണെന്നെ ഒരു ജോലി ചെയ്യാൻ വിടില്ലേ? എന്ത് കഷ്ടമാണ്. കോള് വരികയാണല്ലോ. അതെ മാഡം. അല്ല മാഡം, ഇത് പാർട്ടി ഏരിയയിൽ നിന്നുള്ള കോളാണ്. പാർട്ടി ഏരിയയിൽ എന്തോ ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അവരെന്നെ വിളിക്കുകയാണ്. മാഡം ഒരു കാര്യം ചെയ്യൂ, ലിഫ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന്റെ നേരെ താഴെയുള്ള ഫ്ലോറിലേക്ക് പോകണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോൾഡ് സ്റ്റോറാണ്. പ്ലീസ് മാഡം ഒന്ന് പോയി നോക്കണേ, പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാതെ പ്ലീസ്. ഞാൻ ഒന്ന് പാർട്ടിയിൽ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് ശരി. യു. അതെ മാഡം, ലിഫ്റ്റ് തുറന്നിട്ടുണ്ട്. ഞാൻ അടക്കാം. ഈ താനുവിനുള്ളത് ഞാൻ കൊടുക്കാം. 1 മിനിറ്റ് പോലും കാത്തിരിക്കാൻ വയ്യ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇന്ന് ബാച്ചിലർ പാർട്ടിയാണോ അതോ ഫെയർവെൽ പാർട്ടിയാണോ എന്ന്. ഈ പ്രിയ വിരിച്ച വലയിൽ കുടുങ്ങി അബി ഇപ്പൊ എന്നെ വിട്ടു പോയിരിക്കാം. ഇനി ആ പ്രിയ വിരിച്ച വല എനിക്ക് അബിയോടൊപ്പമുള്ള അവസാന ദിവസം എങ്ങനെ ആവൂ? ഇല്ല, അവസാനത്തെ ദിവസം ഇന്ന് ഈ ലോകത്ത് അവളുടേത് മാത്ര. അവൾ എന്താ അവളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഈ നിവിൽ ഇത് എവിടെ പോയി കിടക്ക? അബിയെ കാണുന്നില്ല, പ്രിയയും കാണുന്നില്ല, ഒന്നിനെയും കാണുന്നില്ല. എന്നെ മനസ്സുകൊണ്ട് വിളിച്ചാൽ മാഡം ഞാൻ അപ്പ തന്നെ അവിടെ എത്തിയിരിക്കും. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാ? മൈസെൽഫ്. അത് വേണ്ട, നിങ്ങൾ തന്നെ ഗസ് ചെയ്യുന്നേ. ഞാൻ എന്തിനു ഗസ് ചെയ്യണം? നോക്കൂ സർദാർ, എന്റെ മൂഡ് ഒട്ടും ശരിയല്ല. ഞാൻ വളരെ ദേഷ്യത്തിലാണ്. നിങ്ങൾ എന്തിനാണ് ദേഷ്യത്തിലാവുന്നേ? ഞാൻ നിങ്ങളുടെ മൂഡ് ശരിയാക്കി തരാം. എന്റെ തലവിധി തന്നെ വലിയ പ്രശ്നം. അത് നിങ്ങൾ ശരിയാക്കി തരുമോ? പിന്നല്ലാതെ തലവിധി, മൂഡ് എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ ശരിയാക്കി തരാന്നേ. നോക്ക്, നിഖിൽ. നിഖിൽ തന്നെ. നിന്റെ
ലക്കി ചാം. പിന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഫാക്ട് എന്താ നീ എപ്പോഴും പറയുന്ന ജോത്സ്യൻ, അതായത് നിന്റെ വിധിയെ എപ്പോഴും മാറ്റിമറിക്കുന്നവൻ. അതൊക്കെ വിട്. നീ ആദ്യം ഇത് പറ, ഈ ഗെറ്റപ്പ് എന്തിനാ ചെയ്തേ? നീ ഫോണിൽ എന്താ പെറുപുറത്തോണ്ടിരുന്നേ? ശാന്തയാകൂ തനു, ശാന്തയാകൂ. എല്ലാം പറയാം, നീ ആദ്യം ഒരു ഡ്രിങ്ക് കഴിച്ചോട്ടെ. നിഖിൽ പ്ലീസ് പെട്ടെന്ന് പറ, എനിക്കിനി ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നീ പ്രിയയുടെ ജോലി ചെയ്തോ അതോ ഇല്ലയോ? എന്ത് ജോലിയാണോ ഞാൻ ചെയ്യാൻ വന്നത് അത് ചെയ്തിട്ടേ ഇവിടുന്ന് പോകൂ. പിന്നൊരു കാര്യം എന്തെന്നാൽ നിന്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്ന പ്രിയയുടെ, അവളുടെ ജീവൻ എടുക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്താ? വളരെ കൂളായിട്ട് നടക്കായിരുന്നു അവള്. ആ കൂൾ തന്നെ ഒരു കാരണമായിട്ട് ഞാൻ യൂസ് ചെയ്തു. കൂൾ യൂസ്? അതെങ്ങനെയാ? ഈ സ്ഥലത്ത് ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. കോൾഡ് സ്റ്റോറേജ് എന്താണെന്നറിയാലോ? ഓക്കെ, എനിക്ക് പ്രിയയെ ആ കോൾഡ് സ്റ്റോറേജിൽ അടച്ചിടണമായിരുന്നു. ഒരു പ്രാവശ്യം അവൾ അതിനകത്ത് കയറിയാൽ മതി, അവിടുത്തെ തണുപ്പ് കാരണം അവളുടെ കൂൾനെസ്സും അവളുടെ ശ്വാസവും എന്നേക്കുമായി മരണത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിട്ടാണ്. പിന്നൊരു കാര്യം, ഞാൻ ഈ സർദാറിനെ കെട്ടപ്പെട്ടത് അവളെന്നെ തിരിച്ചറിയാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഇനി കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ അവളുടെ മരണത്തിനൊപ്പം ഈ പാർട്ടിയും അവസാനിക്കും. നിഖിൽ, you are too good. തനു, are you mental or not? നിനക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ? അവിടെ ഏട്ടനോടൊപ്പം നിന്റെ ബാച്ചിലർ പാർട്ടി നടക്കേണ്ടതാ. എന്നിട്ട് ഇവിടെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് റൊമാൻസ് നടത്തുന്നു. And wait a second. നീ എന്ത് വേഷമായി കെട്ടിയിരിക്കുന്നെ? നിനക്ക് തീരെ നാണമില്ലേ? നാണമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബുദ്ധിയെങ്കിലും ഉപയോഗിക്കുക. ഇതെങ്ങനെ ആരെങ്കിലും കണ്ടോ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏട്ടനെങ്ങാനും കണ്ടാലുള്ള അവസ്ഥ എന്താണെന്നറിയൂ? ആലോചിച്ചിട്ടുണ്ടോ അത്? പിന്നെ തനു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവനെ നിന്റെ അടുത്ത് നിന്നും നമ്മുടെ ഫാമിലിയുടെ അടുത്ത് നിന്നും മാറ്റി നിർത്തണമെന്ന്. എന്നിട്ട് ദൂരത്ത് നിർത്തുന്നത് പോട്ടെ, നീ അവനെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കായിരുന്നില്ലേ ഇപ്പൊ? ആലിയ, നീ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ചിന്തിക്കുന്നതല്ല തനു, കാണുകയാണ് നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യുന്നതെന്ന്. Have you two lost your mind? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയും വലിയ പ്രോബ്ലം ഉണ്ടായിട്ട് പോലും you were pregnant because of him. എന്നിട്ട് വീണ്ടും അത് തന്നെ ചെയ്യുന്നു. Unbelievable. ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറുമ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കിങ്ങനെ പരസ്പരം കൺട്രോൾ ചെയ്യാൻ പോലും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് കല്യാണം കഴിച്ചൂടെ? അങ്ങനെ ചെയ്യുന്നതല്ല ഇതിനേക്കാളും നല്ലത്. വെറുതെ എന്തിനാ എന്നെ ഏട്ടനെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നത്? ആലിയ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് തനു. നിനക്കെന്താ തോന്നുന്നത്? എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന്. ആ പ്രിയ ചെയ്തതെല്ലാം കണ്ടപ്പോ നിനക്ക് തോന്നി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഇനി അതുകൊണ്ട് നീ ഇൻസെക്യൂറായി. ഏട്ടൻ നിന്നെ ഉപേക്ഷിച്ച് ആ പ്രിയയുടെ അടുത്തേക്ക് പോകുന്നു നിനക്ക് മനസ്സിലായി. അതുകൊണ്ട് നീ നിഖിലിനൊപ്പം ചേർന്ന് ഇതെല്ലാം ചെയ്യുന്നത്. നീ എന്താ വിചാരിച്ച ഏട്ടനെ കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിഖിലിനോടൊപ്പം എങ്കിലും നിന്റെ ജീവിതം സെറ്റ് ആക്കാൻ പറ്റുമെന്നോ? പക്ഷെ നിനക്കറിയില്ല തനു, നീ എന്ത് വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന്. എന്താണെന്ന് വെച്ചാൽ നീ തോറ്റു കൊടുക്കാണ്. പ്രിയ അവളുടെ നിറം മാറ്റിയപ്പോ നീ നിന്റെ പ്ലാൻ തന്നെ മാറ്റിക്കളഞ്ഞു. എന്നിട്ട് നീ ഒരു പ്രാവശ്യം ഞാൻ പറയുന്ന കേൾക്കാം. ഞാനും തനുവും ഇവിടെ റൊമാൻസ് ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്രിയയെ കൊല്ലാനുള്ള പ്ലാനാണ് ചെയ്തത്. ആ സന്തോഷത്തിൽ ഇവള് താങ്ക്സ് പറഞ്ഞുകൊണ്ട് എന്നെ ഹഗ് ചെയ്യായിരുന്നു. പ്രിയയെ കൊല്ലുന്നതിനുള്ള പ്ലാനോ? അതെ ആലിയ, നിഖിൽ അത്രയ്ക്ക് നല്ല പ്ലാനാ ചെയ്തേക്കുന്നത്. അതിൽ പ്രിയ മരിക്കുകയും ചെയ്യും. അതുപോലെ ആരും നമ്മളെ 3 പേരെ സംശയിക്കുകയില്ല. അതുകൊണ്ടാ അവൻ ഈ ഗെറ്റപ്പിൽ വന്നത്. താടിയും മീശയും പിന്നെ ഈ സിക്ക് തൊപ്പിയും. എന്താ ചെയ്യാൻ പോകുന്ന നിഖിൽ? നീ പറ. ഓക്കെ, നോക്കൂ. അതെ, നിങ്ങൾ എവിടെയാ? ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഫോൺ അവിടെ മറന്നു വെച്ചു തോന്നുന്നു. എങ്ങനെയുണ്ട് ഈ പ്ലാൻ? നോക്കാലിയ, എന്നോട് ദേഷ്യപ്പെടരുത്. ഒട്ടും തന്നെ വഴക്ക് പറയാനും പാടില്ല. പ്രിയ നമ്മളോട് എന്തെല്ലാണോ ചെയ്തത്, അതിനുശേഷം അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. അവൾ എന്റെ ജീവിതം തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് അവളുടെ ജീവിതം തട്ടിയെടുക്കും. അവൾ എന്താ കരുതിയെ? അവൾ എന്ത് ചെയ്താലും നമ്മൾ സഹിക്കുമെന്നോ? അഭിയാണെങ്കിൽ അവളുടെ പുറകെ നടക്കുക. അവന്റെ ഭാര്യയാണെന്ന വിചാരം. ഈ പാർട്ടി എനിക്ക് വേണ്ടിയാ.
പക്ഷെ അബി എല്ലാ അറ്റൻഷനും അവളുടെ കൂടെ, ഡാൻസും അവളുടെ കൂടെ ചെയ്യുന്നു. ഞാൻ അബിയുടെ കൂടെ ഡാൻസ് ചെയ്യാൻ നിർബന്ധിച്ചപ്പോ അവൻ എന്താ ചെയ്തെന്നറിയോ? എന്റെ മൂക്കിൽ മുറിവേൽപ്പിച്ചു. എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായെന്നറിയോ? ഞാൻ എത്രമാത്രം വിഷമിച്ചു. അതിന്റെ ഇടയിൽ നീ എത്ര റൂഡായിട്ട് എന്നോട് സംസാരിച്ചേ. ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടു പോയിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യുന്നു? അതുകൊണ്ടാണ് ഞാൻ നിഖിലിനെ വിളിച്ചത്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. നോ ദാറ്റ്സ് ടു ഗുഡ് തനു. എന്താ നിങ്ങൾ ഈ ചെയ്ത പ്ലാൻ എല്ലാം തന്നെ ദാറ്റ്സ് അമേസിംഗ്. ശിക്ഷ കൊടുക്കുന്ന കാര്യമൊക്കെ പിന്നെ, പക്ഷെ പ്രിയെ കൊല്ലാനുള്ള പ്ലാനിംഗ് ഉണ്ടല്ലോ, ദിസ് ഇസ് കില്ലർ. ഇറ്റ് വാസ് സച്ച് എ പെർഫെക്റ്റ് പ്ലാനിംഗ്. കോൾഡ് സ്റ്റോറേജിൽ മരിച്ചു കിടക്കുമ്പോൾ ആരും നമ്മളെ ഒരിക്കലും സംശയിക്കില്ല. അവളൊന്നും മരിച്ചു കിടക്കുന്നത് കാണാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക തനു. I want to see her dying, guys. എന്റെ മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുക ആ പ്രിയ മരവിച്ച് മരിക്കുന്നത് കാണാൻ. പക്ഷെ എന്ത് ചെയ്യാനാ, പോസിബിൾ അല്ലല്ലോ. നമ്മളവിടെ പോയ ആർക്കെങ്കിലും സംശയം തോന്നിയാലോ? Damn it. ആർക്കും ഇതിലൊരു സംശയവും തോന്നില്ല, ആർക്കും ഇതിലൊരു പ്രോബ്ലവും ഉണ്ടാവില്ല. എന്തെന്നാൽ നിഖിൽ ഇവിടെയുള്ളപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. You mean to say അവൾ അവിടെ കിടന്ന് മരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നാണോ? നീ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുപോകും? ഓബ്വിയസ്ലി അവരുടെ മരണം ആഘോഷിക്കുന്നതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. Wow, really? പക്ഷെ എങ്ങനെ? അതൊക്കെ ഞാൻ സമാധാനമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകും. അവിടെ റൈറ്റ് സൈഡിൽ ഒരു റൂമുണ്ട്. അവിടെ ചെന്നെ വെയിറ്റ് ചെയ്യും. പിന്നെ പ്രിയയുടെ കാര്യം, അവൾ അവളുടെ മരണത്തിന്റെ വക്കിൽ എത്തിയോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അവൾ അവിടെ എത്തിയില്ല എങ്കിൽ ഞാൻ പോയി എത്തിച്ചിട്ട് വരാം. അതുവരെ ഗുഡ് ബൈ മാഡം. ഗുഡ് ലക്ക്. ഓ മാഡം, നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുവാണോ? അകത്തു നിന്ന് എത്ര പ്രാവശ്യം ഫോൺ കോൾ വന്നു. അബിസാറും അയാളും കൂടി സ്റ്റോർ റൂമിൽ അടിപിടി കൂടുകയാണെന്ന് തോന്നുന്നേ. പക്ഷെ അകത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. മാഡം, ആക്ച്വലി സ്റ്റോർ റൂമിനകം അത്രയ്ക്ക് ഇരുട്ടാണ്. അകത്ത് നിന്ന് ആര് വിളിച്ചാലും പുറത്തൊരു ശബ്ദവും കേൾക്കില്ല. ആ രീതിയിലാണ് ഈ റൂം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. കാറ്റ് പോലും അകത്തേക്ക് കടക്കുന്നില്ല, പിന്നെ ശബ്ദം എങ്ങനെ കടക്കാനാ മാഡം? നിങ്ങൾ അത് വിട്ടേക്കൂ മാഡം. വെറുതെ എന്തിനാ അതിനെപ്പറ്റി ആലോചിക്കുന്നത്? പക്ഷെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് മാത്രമേ അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വമായി കരുതൂ, ഇല്ലെങ്കിൽ സ്റ്റാഫുകൾക്കിടയിൽ തന്നെ അബിസാറിനെ കുറിച്ച് തെറ്റായ പേരുദോഷം വരും. പ്ലീസ് നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ പറഞ്ഞത്. അദ്ദേഹം എവിടെയാണെന്ന് പറയൂ. അവിടെ ഇതേ ഐസ്ക്രീം ഒക്കെ വെച്ചിരിക്കുന്നില്ലേ, അവിടെയാണ് അബിസാർ ഉള്ളത്. പെട്ടെന്ന് പോയാലും മാഡം, പ്ലീസ് പെട്ടെന്ന് ചെല്ലു. എവിടെയത്? അങ്ങോട്ടാണ്. എന്തൊരു തണുപ്പാ ഇവിടെ. അതിന്റെ കൂടെ നിങ്ങൾ ഇയാളിത് എവിടെ പോയി? വഴിയും അടഞ്ഞല്ലോ. ആരെങ്കിലും ഉണ്ടോ? അങ്ങോട്ടെന്നല്ലേ പറഞ്ഞേ? അതെ, കേൾക്കുന്നുണ്ടോ? ഞാൻ പ്രിയയാ. അതേ മിസസ് പ്രിയ ആദിത്യ, ഇനി ഇവിടെയുള്ള എല്ലാ വാതിലുകളും അടയും. പിന്നെ എന്റെ തലവിധിയുടെ വാതിൽ തുറക്കപ്പെടും. ആദ്യം ഒന്ന് കൂളാകും. ആ കൂൾ വലുതാകുമ്പോൾ അവസാനം ഒരു ശവമായി നീ മരിച്ചു വീഴും. ഇനി നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. ഇവിടുന്ന് പുറത്തു പോകുന്നത് നിന്റെ ശവമായിരിക്കും. ആരുമില്ല അവിടെ. ചിലപ്പോ ഏതെങ്കിലും വർക്കർ അകത്തുണ്ടെങ്കിലോ? ആരെങ്കിലും ഒന്ന് തുറക്ക. ആരുമില്ല അവിടെ. ആരെങ്കിലും രക്ഷിക്ക, എന്നെ രക്ഷിക്ക, പ്ലീസ് ഹെൽപ്പ്.
ഇനി അല്പസമയത്തിനകം പ്രിയയുടെ ബോഡി മരവിച്ച് താഴെ വീഴും. അവളുടെ ആത്മാവ് മുകളിലേക്ക് പോകും, ഒരുപാട് മുകളിലേക്ക്. ഇവളിത് എവിടെ പോയി? ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. ഇവളെങ്ങാനും ഇനി എന്നോട് പിണങ്ങിയോ തനുവിനോടൊപ്പം ഡാൻസ് കളിച്ചതിന്? ഏയ്, അങ്ങനെയൊന്നും ആവില്ല. അവൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന പെണ്ണല്ല. ചിലപ്പോൾ പ്രണവിൻ്റെ കൂടെ ആയിരിക്കും. പക്ഷേ പ്രണവ് ഇവിടെ ഉണ്ടല്ലോ. ഇവനിത് ആരോടാ സംസാരിക്കുന്നത്? പ്രണവ്, പ്രണവ്, നീ അച്ഛമ്മയും ആൻറ്റിയും വിളിച്ച കാര്യം നീ എന്താ എന്നോട് പറയാത്ത? എടാ, എനിക്ക് അക്കാര്യം അറിയില്ലല്ലേ, നിന്റെ അടുത്ത് പറയാൻ പറ്റൂ? എന്ന് വെച്ചാ എന്താന്ന് വെച്ചാ എന്താ ഇത് അഭി? ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തി, ആരും വിളിക്കാതെ തന്നെ. അച്ഛമ്മേ, എന്തോന്ന് അച്ഛമ്മ? ഞങ്ങൾക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഈ ബാച്ചിലേഴ്സ് പാർട്ടി എന്ന് വെച്ചാൽ എന്താന്ന്? ആരൊക്കെ ഇവിടെ ഉല്ലസിക്കാൻ വരുന്നുണ്ടെന്ന്? ഹോട്ടായിട്ടുള്ളത് ആരാണ്? എസ്പെഷ്യലി പ്രിയ. അതെന്താണ് നോബി, ഇന്ന് പ്രിയ ഈ പാർട്ടി തന്നെ അവളുടെ പേരിലങ്ങ് ആക്കി കളഞ്ഞു. അഥവാ ഇവിടെ ഇന്ത്യയിലെ ബ്യൂട്ടി കോൺടെസ്റ്റ് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിലേ നമ്മുടെ പ്രിയ തന്നെ ജയിക്കുമായിരുന്നു. Yeah.